അവിടെ ജാതിയോ മതമോ പ്രായമോ കണ്ടില്ല. പല ദിക്കുകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് പ്രായഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് ദർഗാ ഷരീഫിലെത്തുന്നത്. വാസ്തവത്തിൽ പ്രാർത്ഥനാ തുല്യമായ ഒരു ജീവിതം നയിച്ച ഖ്വാജ മൊയിനുദ്ദീന്റെ സ്വാധീനം അജ്മീറിലെമ്പാടും കാണാം. ആകസ്മികമെന്നോണമാണ് മൊയിനുദ്ദീൻ ചിസ്തി ഇന്ത്യയിലെത്തുന്നത്. ബാഗ്ദാദിൽ മതപഠനം നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാരാണ് ചിസ്തിക്ക് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തത്. മഹത്തായ ഹിന്ദുസ്ഥാനിൽ പ്രവാചക പ്രഘോഷണം നടത്താനായി ചിസ്തി യാത്ര തുടങ്ങുന്നത് അങ്ങനെയാണ്. ചിസ്തി ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവാചക സന്ദേശം പല ദിക്കുകളിലും എത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ മലബാർ തീരത്ത് അറബി കച്ചവടക്കാർ വഴിയും സിന്ധ് പ്രവിശ്യയിൽ ഖലീഫമാരുടെ പ്രതിനിധികൾ വഴിയും ഇസ്ലാം മതം പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ഉത്തരേന്ത്യയിൽ സൈന്യത്തിൻ്റെ പിൻബലത്തോടെ പേർഷ്യയിൽ നിന്നും സമർഖണ്ഡിൽ നിന്നുമൊക്കെ മുസ്ലിം ഭരണാധികാരികൾ ഡൽഹിയിലെത്തിയിരുന്നു. ലോധിമാരും ഗസ്നി, ഗോറി രാജാക്കന്മാരും ഇന്ത്യയിലെത്തിയത് സൈനിക പിൻബലത്തോടെയാണ്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയാകട്ടെ സമാധാനവും ശാന്തിയും പ്രഘോഷിച്ച് ഒറ്റയ്ക്ക് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ ഹിന്ദുസ്ഥാനെ പഠിപ്പിച്ചു. ഇസ്ലാമിൻ്റെ സ്വാധീനം ഉത്തരേന്ത്യയിൽ ഉറപ്പിക്കുന്നതിന് ചിസ്തിയുടെ സംഭാവനകൾ വലുതായിരുന്നു. അക്കാലത്ത് രജപുത്ത് ഭരണത്തിൻ്റെ സിരാ കേന്ദ്രമായിരുന്നു അജ്മീർ. പൃഥ്വിരാജ് ചൗഹാന്റെ ഭരണകാലം. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ സ്വാധീനത്തിൽ ഡൽഹിയിൽ ഇസ്ലാം ഒരാവേശമായി വരുന്ന കാലം. ചിസ്തിയെ സ്വാധീനിക്കാനായി ചൗഹാൻ പടയാളികളെ അയച്ചു. പടയാളികൾ ഒന്നൊന്നായി ഇസ്ലാം മതം ആശ്ലേഷിക്കുകയായിരുന്നു. ഒടുവിൽ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി തൻ്റെ 52-ാം വയസ്സിൽ അജ്മീറിൽ എത്തി എന്നാണ് ചരിത്രം. പിന്നീട് അന്ത്യം വരെ അദ്ദേഹം അവിടെ തന്നെ തങ്ങുകയായിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ദർഗാ ഷരീഫിനും പരിസരത്തും നിലനിൽക്കുന്നത്. ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്നവർ വർണ്ണപ്പകിട്ടുകളുള്ള ചാദർ ഷോളുകൾ വാങ്ങി ഭക്തി നിർഭരമായി ദർഗയിലേക്ക് പ്രവേശിക്കാൻ ക്യൂ നിൽക്കുന്നു. ചിലർ വലിയ ഈറ്റക്കൊട്ടകളിൽ ചുവന്ന റോസാ പുഷ്പങ്ങളുമായാണ് പോകുന്നത്. ഇവരിൽ ദരിദ്രനും പണക്കാരനുമൊക്കെ ഉണ്ട്. എല്ലാവരുടെയും മനസ്സ് ദർഗാ ഷരീഫിലാണ്. हर मस्त हर दम मस्ती में, हर मस्त हर दम मस्ती में, हर मस्त हर दम मस्ती में यही झूम झूम के कहता है मेरा ख्वाजा फैज का दरिया, मेरा ख्वाजा फैज का दरिया है. എല്ലാ വർഷവും മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള സമയത്താണ് ഇവിടെ ഉറൂസ് വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്.
अपनी गुलामी दी है. അന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് അജ്മീറിലെത്തുക. मेरे ख्वाजा ने जिसे अपनी गुलामी दी है, उसकी चौखट पे ज़माने ने सलामी दी है. उसकी चौखट पे ज़माने ने सलामी दी. വിശ്വപ്രസിദ്ധമായ ദർഗാ ഷരീഫിന്റെ ഭരണവും നടത്തിപ്പും പ്രത്യേക വഖഫ് നിയമപ്രകാരമുള്ള കമ്മിറ്റിയിൽ അധിഷ്ഠിതമാണ്. സർക്കാർ നിയമിക്കുന്ന കമ്മിറ്റി ചെയർമാനും കമ്മിറ്റി അംഗങ്ങളുമാണ് ദർഗാ ഷരീഫിന്റെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത്. നിത്യജീവിതത്തിന്റെ അസഹ്യമായ ക്ലേശങ്ങളിൽ ഉഴലുന്ന ആയിരങ്ങളാണ് മഹാനായ ഖ്വാജ സാഹേബ് എന്നറിയപ്പെടുന്ന മൊയിനുദ്ദീൻ ചിസ്തിയുടെ മക്ബറയിൽ ദർശനം കണ്ട് സായുജ്യമടയാനെത്തുന്നത്. ഇവരിൽ രാഷ്ട്ര നേതാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെ ഉണ്ടെന്നുള്ളതാണ് അത്ഭുതം. ദർഗാ ഷരീഫിൽ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ല. അവിടെ മാനവികതയ്ക്കാണ് സ്ഥാനം. എല്ലാവരും ആ മഹത് സന്നിധിയിൽ പരമകാരുണികന്റെ സ്നേഹം അനുഭവിച്ചറിയുന്നു. കണ്ണീർ പൊഴിച്ചുകൊണ്ടാണ് പലരും മക്ബറയെ വലം വയ്ക്കുന്നത്. ദർഗാ ഷരീഫിൽ നിന്നും പുറത്തെ കാഴ്ചകൾ കാണാനായി ഞങ്ങൾ ഇറങ്ങി. അടുത്തു തന്നെയുള്ള ദർഗാ ബസാറിൽ കയറാതെ തീർത്ഥാടകർ അജ്മീർ വിടാറില്ല. നൂറുകണക്കിന് കൊച്ചു കൊച്ചു കടകളാണ് ഇവിടെ ഉള്ളത്. ഭൂരിപക്ഷം എണ്ണത്തിലും ചാദറുകളും ഗുലാബി പൂക്കളുമാണ് വിൽക്കുന്നത്. ചില കടകളിൽ ഭംഗിയുള്ള തൊപ്പികൾ വിൽക്കുന്നുണ്ട്. അജ്മീറിന്റെ പ്രത്യേകതരം ഹൽവയായ സോൺ ഹൽവ സ്റ്റാളുകളാണ് മറ്റൊരു പ്രത്യേകത. ഗോതമ്പ് പൊടിയും നെയ്യും ചേർത്തുണ്ടാക്കുന്ന സോൺ ഹൽവ ഇവിടെ മാത്രമാണ് ലഭിക്കുക. അജ്മീർ ദർഗയിൽ പുകയ്ക്കുന്ന പ്രത്യേകതരം സുഗന്ധം നൽകുന്ന കോതിയയും ഇവിടെ നിന്ന് മാത്രമേ ലഭിക്കൂ. പ്രത്യേകതരം കല്ലുകളിൽ നിന്നാണ് ഈ അപൂർവ സുഗന്ധദ്രവ്യം നിർമ്മിക്കുന്നത്. തെരുവുകളിലെങ്ങും തീർത്ഥാടകരുടെ വൻ തിരക്കായിരുന്നു. തിരക്കിനെ അവഗണിച്ച് ഞങ്ങൾ ആ പുണ്യകേന്ദ്രം ചുറ്റി നടന്നു കണ്ടു. കാണാത്ത ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അജ്മീറിനെ സംബന്ധിച്ച ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. ഒപ്പം അജ്മീർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കാണാത്ത India@gmail.com അല്ലെങ്കിൽ ചുവടെ പറയുന്ന നമ്പറുകളിലേക്ക് SMS ചെയ്യുക. 9911915105 9711449098.